നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് സീനൻ ബോയ്സ് LP സ്കൂളിൽ 69ാമത് കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. വൈവിധ്യമാർന്ന പരിപാടികളാണ് കേരളപ്പിറവി ദിനത്തിൽ സംഘടിപ്പിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളിൽ രണ്ടാം ഘട്ടമായി 4 ലൈറ്റുകൾ കൂടി നാടിന് സമർപ്പിച്ചു. പദ്ധതിയിൽ 4 ലൈറ്റുകൾ കഴിഞ്ഞ ദിവസം സമർപ്പണം നടത്തിയിരുന്നു. COA ജില്ലാ ട്രഷററും ചേർപ്പ് മേഖലാ കേബിൾ ഓപ്പറേറ്ററുമായിരുന്ന പെരിഞ്ചേരി സ്വദേശി TV വിനോദ് കുമാറിന്റെ രണ്ടാം അനുസ്മരണം സംഘടിപ്പിച്ചു. COA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. വാർത്തകൾ വിശദമായി. ചേർപ്പ് സീനൻ ബോയ്സ് LP സ്കൂളിൽ 69ാമത് കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. വൈവിധ്യമാർന്ന പരിപാടികളാണ് കേരളപ്പിറവി ദിനത്തിൽ സംഘടിപ്പിച്ചത്. അധ്യാപിക P. സജിത കേരളപ്പിറവി ദിന സന്ദേശം നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രസംഗം, സംഘഗാനം, അഭിനയഗാനം, കേരളത്തിന്റെ ജില്ലകൾ എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന കഥാവതരണം എന്നിവ അരങ്ങേറി. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കേരളീയം പതിപ്പിന്റെ പ്രകാശന കർമ്മം വിദ്യാർത്ഥിയായ KR റോഷൻ പ്രധാനാധ്യാപകൻ KK ഗിരീഷ് കുമാറിന് നൽകി നിർവഹിച്ചു. കേരളപ്പിറവി ക്വിസ് മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് ചടങ്ങിൽ വിതരണം ചെയ്തു. കേരളീയ വസ്ത്രം ധരിച്ച അധ്യാപകരും കുട്ടികളും കേരളത്തിന്റെ ഭൂപടത്തിൽ ജില്ലകളുടെ പ്രത്യേകതകൾ വിവരിച്ച ദീപം തെളിയിച്ചു. തുടർന്ന് കേരളത്തിന്റെ ഭൂപട മാതൃകയിൽ കുട്ടികൾ വരിവരിയായി നിന്നത് ശ്രദ്ധേയമായി. തുടർന്ന് ദേശീയ ഗാനാലാപനത്തോടെ കേരളപ്പിറവി ദിനാഘോഷ പരിപാടികൾ സമാപിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളിൽ രണ്ടാം ഘട്ടമായി 4 ലൈറ്റുകൾ കൂടി നാടിന് സമർപ്പിച്ചു. പദ്ധതിയിൽ 4 ലൈറ്റുകൾ കഴിഞ്ഞ ദിവസം സമർപ്പണം നടത്തിയിരുന്നു. 10,50,5000 രൂപ ചെലവഴിച്ച 8 മിനി മാസ്റ്റ് ലൈറ്റുകൾ 6 വാർഡുകളിലായാണ് സ്ഥാപിച്ചത്. ഇതിൽ രണ്ടാം ഘട്ടമായി 18, 10 എന്നീ വാർഡുകളിലായി 4 ലൈറ്റുകളാണ് പ്രകാശിതമാക്കി നാടിന് സമർപ്പിച്ചത്. വാർഡ് 18-ൽ ചെറുജനം സെന്റർ, വാർഡ് 10-ൽ ഹെൽത്ത് സെന്റർ, വായനശാല റോഡ്, സർവകലാശാല റോഡ്, ഇളംകുന്ന് റോഡ് എന്നിവിടങ്ങളിലാണ് 4 മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നത്. രണ്ടാം ഘട്ട ലൈറ്റുകളുടെ സമർപ്പണം വെള്ളിയാഴ്ച വൈകിട്ടാണ് നടന്നത്. 4 ലൈറ്റുകളുടെയും സ്വിച്ച് ഓൺ കർമ്മം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ചേർപ്പ് പഞ്ചായത്തിലെ 6 വാർഡുകളിലായിട്ട് 8 ലൈറ്റുകളാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഇന്നലെ 4 ലൈറ്റുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇന്ന് 4 ലൈറ്റുകളുടെ ഉദ്ഘാടനം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇന്നത്തെ തുടക്കമാണ് ഇവിടെ നിന്ന് ചെയ്യുന്നത്. വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷം തന്നെയാണ്. കാരണം ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ കാലയളവിൽ ലൈറ്റ് വയ്ക്കുന്നത് ഞങ്ങൾ ഈ ഭരണസമിതിയുടെ ഈ സമയത്താണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത്. നിരവധി ലൈറ്റുകളെല്ലാം നമ്മുടെ പ്രദേശങ്ങളുണ്ടെങ്കിലും അതെല്ലാം MLAയുടെ ഒക്കെ ലൈറ്റുകളാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ ഒരു ലൈറ്റിംഗ് സിസ്റ്റം ഈ ഭരണസമിതിയുടെ ഈ അവസാന സമയത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. 18-ാം വാർഡ് മെമ്പർ നസീജ മുത്തലിഫ്, 10-ാം വാർഡ് മെമ്പർ KB പ്രജിത്ത് എന്നിവർ അതാത് വാർഡുകളിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രകാശം വരുത്തുന്ന ഒരു മിനിമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത്, ചെറുചേനം പ്രദേശത്ത് എന്നും ഇരുട്ടാണ്, ലൈറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു 5 വർഷത്തിനിടയിൽ പല തവണകളിലായിട്ട് കോളുകൾ ദിനം പ്രതി വരാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മിനിമാസ് ലൈറ്റ് അനുവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രദേശത്തേക്ക് ഒരു ലൈറ്റ് വേണമെന്ന് എനിക്ക് തോന്നിയത്. എന്തായാലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് തന്നെയാണ് ഈ ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ 3 മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മിനി മാസ്റ്റ് ലൈറ്റിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. മറ്റ് 2 മിനി മാസ്റ്റ് ലൈറ്റുകൾ ഈ
ഈ വാർഡിലെ മറ്റ് 2 സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ്, പഞ്ചായത്ത് അംഗം സുനിത ജിനു, ഷെറീന ഷിബു, CDS അംഗം ഷാജി സലീം, ഹരിതകർമ്മസേനാംഗം, പ്രദേശവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. COA ജില്ലാ ട്രഷററും ചേർപ്പ് മേഖലാ കേബിൾ ഓപ്പറേറ്ററുമായിരുന്ന പെരിഞ്ചേരി സ്വദേശി TV വിനോദ് കുമാറിന്റെ 2ാം അനുസ്മരണം സംഘടിപ്പിച്ചു. COA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. 30 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലൊരു പുതിയ തൊഴിൽ രംഗത്തേക്ക് അഭ്യസ്തവിദ്യരായ കുറച്ച് ചെറുപ്പക്കാർ കടന്നു വരുമ്പോൾ ഇത് എന്തായിത്തീരും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ആ സംവിധാനത്തിന് ഇന്നത്തെ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത് വിനോദ് കുമാറിനെ പോലുള്ള ഒരു കൂട്ടം ആളുകളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്. ഇവിടെ സൂചിപ്പിച്ചുപോലെ ഇതിൻ്റെ തുടക്കം മുതൽ ഈ കേരളത്തിലെ കേബിൾ ടി വി പ്രസ്ഥാനത്തിന് അതിലേറ്റവും നിർണായക ഘട്ടങ്ങളിൽ, ഉദാഹരണത്തിന് ഡിജിറ്റലൈസേഷൻ പോലുള്ള ഘട്ടത്തിൽ ഇന്ത്യയിൽ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും ആദ്യം നടപ്പിലാക്കിയ ഒരു കമ്പനിയാണ് കേരളത്തിൽ കേരള വിഷൻ. അതിലേറ്റവും കൂടുതൽ കണക്ടിവിറ്റിയുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. ആ തൃശ്ശൂർ ജില്ലയിൽ അതിൻ്റെ നേതൃത്വപരമായ പങ്കുവഹിച്ചത് വിനോദ് കുമാർ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, തൃശ്ശൂർ കോർപ്പറേറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നൊരു കമ്പനി തൃശ്ശൂർ ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഷെയർ സമാഹരിച്ചുകൊണ്ട് സ്വന്തമായി അവർക്കൊരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ആ പ്രസ്ഥാനം മുന്നോട്ട് വന്നപ്പോൾ 10 കോടിയോളം രൂപ സമാഹരിക്കുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിൻ്റെ ഫിനാൻസ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്നത് വിനോദ് കുമാർ ആയിരുന്നു. അതുപോലെ തന്നെയാണ് കേരള വിഷൻ്റെ കാര്യം പറഞ്ഞു, ചെയർമാനായി നിയമിതനായി. ഇത്തരം ബൃഹത്തായ ജോലികൾ അത് നേരത്തെ പറഞ്ഞ പോലെ ഒരാളോടും ഒരു പരിഭവമോ ഒരു പരാതിയോ ഇല്ലാത്ത രീതിയിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ ശാന്തനായി അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്ത് പോന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിനോദ് കുമാർ. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. വിനോദിനെ പോലെയുള്ള ഇത്രയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടായിരുന്ന വിനോദിൻ്റെ മരണത്തിന് ശേഷം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്ന ഒരു കാര്യം എനിക്ക് ഏറ്റവും അതിശയമായി തോന്നി, എന്നെ ഞെട്ടിച്ചു പോയൊരു കാര്യം, വിനോദിന് മാത്രം അറിയാമായിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അത് വിനോദിന് മാത്രമേ അറിയാവുള്ളായിരുന്നു പറഞ്ഞു. വിനോദിനോ മാത്രം അറിയാവുന്ന കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 35 ലക്ഷത്തോളം വരുന്ന കണക്ടിവിറ്റിയിൽ ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി ഉള്ള, അല്ലെങ്കിൽ കേരള വിഷൻ്റെ, ഞാൻ എപ്പോഴും പറയുന്ന പറഞ്ഞാൽ കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ മക്കയാണ് തൃശ്ശൂരെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഞങ്ങൾ അങ്ങനെയാണ് തൃശ്ശൂരിനെ കാണുന്നത്. ആ തൃശ്ശൂർ അത്രയും കണക്ടിവിറ്റിയുള്ള, അത്രയും ബിസിനസ് സാധ്യതയുള്ള, അത്രയും ബിസിനസ് ചെയ്യാൻ കഴിവും കപ്പബിലിറ്റിയുമുള്ള, അല്ലെങ്കിൽ അത്രയും പ്രഗത്ഭരായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിൽ വിനോദിന് മാത്രം അറിയാമായിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്കുണ്ടായതെന്നറിയാമോ? ഒരു വിശ്വാസമാണത്. 2 രീതിയിലാണ് വിശ്വാസം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അർത്ഥത്തിലും തൻ്റെ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചു പോയ ഒരു മനുഷ്യൻ, അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നൊരു മനുഷ്യൻ, എല്ലാ അർത്ഥത്തിലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിലെല്ലാം ഏൽപ്പിക്കുകയാണ്. മറുവശം നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ എത്ര വരെ, അതൊരു കണക്കൂട്ടിലല്ല. നമുക്ക് ആരെക്കുറിച്ചോ അങ്ങനെ പറയാൻ പോകുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആരെക്കുറിച്ചോ നിങ്ങൾക്ക് എന്നെക്കുറിച്ചോ അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ചിന്തിച്ചു പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, COA സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു, COA ജോയിന്റ് സെക്രട്ടറി ബിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം ഉന്നത വിജയം നേടിയ ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. COA ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ, കേബിൾ TV ഓപ്പറേറ്റർമാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. വല്ലച്ചിറ CDS കുടുംബശ്രീയുടെ 27ാം വാർഷികാഘോഷം നടത്തി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് EK നായനാർ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പരിപാടി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ യൂണിറ്റുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു യോഗം ചെയ്യുക എന്നതൊക്കെ അപ്രാപ്യമായിട്ടുള്ള കാര്യമാണ്.
ഇന്നും നമുക്കറിയാം, സ്ത്രീകളുടെ മേലെ ഒരു പുരുഷാധിപത്യത്തിൻ്റെ വലിയ കരാളഹസ്തം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ കുടുംബശ്രീ സംവിധാനം നിലവിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് സാധ്യമായി. മനുസ്മൃതിയിൽ പറയുന്ന വാക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? പിതൃരക്ഷതി കൗമാരെ, ഭർതൃരക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യെ, ന സ്ത്രീ സ്വതന്ത്രമാകട്ടെ. ഇത്തരത്തിലുള്ള മനുസ്മൃതിയിലെ സങ്കല്പങ്ങളെ ഇപ്പോഴും യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾക്കാണ് ചില കോണുകളിൽ നിന്നുള്ള ശക്തികൾ മുന്നോട്ട് വയ്ക്കുന്നത്. CDS ചെയർപേഴ്സൺ രാധിക ഗോപി അധ്യക്ഷത വഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ രമ പ്രകാശൻ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി കെ രാമചന്ദ്രൻ, 10ാം വാർഡ് മെമ്പറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സന്ധ്യാകുട്ടൻ, 4ാം വാർഡ് മെമ്പർ കവിത, 3ാം വാർഡ് മെമ്പർ അംബുജാക്ഷൻ, 14ാം വാർഡ് മെമ്പർ രാജൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് പ്രവർത്തനങ്ങളെക്കുറിച്ച് കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ ബിനു ഭോജൻ, മുൻ CDS ചെയർപേഴ്സൺ ബിന്ദു വിനോദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തൃശൂർ താലൂക്ക് ഫർണിച്ചർ ഇൻഡസ്ട്രിയലിസ്റ്റ് ഡെവലപ്മെന്റ് സഹകരണ സംഘത്തിന് പുതിയ നാമമായി. തൃശൂർ ഫർണിച്ചർ ഹബ് ചൊവ്വൂർ എന്നായി മേഖലയെ നാമകരണം ചെയ്തു. 15 വർഷമായി ചൊവ്വൂർ ഫർണിച്ചർ നിർമ്മാണ വിപണന മേഖല തൃശൂർ താലൂക്ക് പരിധിയിൽ പ്രവർത്തിക്കുകയാണ് സഹകരണ സംഘം. കേരളപ്പിറവി ദിനത്തിൽ നടന്ന ചടങ്ങിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് തൃശൂർ ഫർണിച്ചർ ഹബ്ബ് ചൊവ്വൂർ എന്ന് നാമകരണം ചെയ്തതായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ കുറച്ച് നാളത്തെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ നമ്മുടെ ഈ ചൊവ്വൂർ പ്രദേശത്ത് തന്നെ ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം വാഹനങ്ങളുടെ വേഗത ഒട്ടും നിയന്ത്രിതമായ രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ മനുഷ്യജീവനെ വില മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അതിനുവേണ്ട ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ആണ് ഇന്ന് ഇവിടെ ഈ ഫർണിച്ചർ ഹബിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. ഒരു ക്യാമറ സംവിധാനവും അപകടങ്ങൾ പെടുന്നതിൻ്റെ സാഹചര്യങ്ങളും മറ്റും മനസ്സിലാക്കുന്നതിനുള്ള ക്യാമറ സംവിധാനവും അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റ് ഉൾപ്പെടെ ഈ ഫർണിച്ചർ ഹബിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തപ്പെടുകയാണ്. വളരെ നല്ല ഒരു കർമ്മമാണ് ചെയ്യുന്നത്. കൂടുതൽ പേരും അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കുറേ നമ്മുടെ ശ്രദ്ധയും കൂടി അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ കൂടി അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അപകടങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലേക്ക് ഓരോ മനുഷ്യൻ്റെയും ജീവൻ അത്രത്തോളം വിലപ്പെട്ടതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതോടൊപ്പം തന്നെ സഹകരണ സംഘം പ്രസിഡന്റ് MJ വിൻസെന്റ് അധ്യക്ഷനായി. ചൊവ്വൂർ സെന്ററിൽ നവീകരിച്ച ജനമൈത്രി പോലീസ് ബസ് സ്റ്റോപ്പ് ചൊവ്വൂർ പള്ളി വികാരി ഫാദർ പോളി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ട്രാഫിക് സിഗ്നൽ ലൈറ്റ്, സെക്യൂരിറ്റി ക്യാമറകൾ എന്നിവയുടെ സ്വിച്ച് ഓൺ കർമ്മം ഗ്രാമപഞ്ചായത്ത് അംഗം PS വനജ നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് ഇൻഡസ്ട്രീസ് ഓഫീസർ V അശ്വിൻ പുതിയ വ്യവസായ നയം വിശദീകരിച്ചു. 55 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഫർണിച്ചർ തൊഴിലാളികൾ, തൊഴിലുടമകൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറിൻ ജോസ്, സംഘം വൈസ് പ്രസിഡന്റ് CM രഘു, ഡയറക്ടർ CK ഭരതൻ, സെക്രട്ടറി ഇൻചാർജ് ആൽബിൻ ഫ്രാൻസി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചൊവ്വൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷോബി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിൽ കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളാണ് ഇതോടനുബന്ധിച്ച് നടന്നത്. പ്രധാനാധ്യാപിക VG രാഗി ചടങ്ങിൽ അധ്യക്ഷയായി. സ്റ്റാഫ് സെക്രട്ടറി ശൈലജ, UKG അധ്യാപിക രതീഷാജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കേരളത്തിന്റെ പ്രാധാന്യം ആസ്പദമാക്കിയുള്ള പ്രസംഗം, നൃത്തം, ഗാനാലാപനം എന്നിവ അരങ്ങേറി. ആയുർവേദ ചികിത്സാ രംഗത്തെ സുഹൃതമായ ഊരകം ക്ലായിശ്ശേരി നാരായണൻ വൈദ്യർക്ക് കേരളപ്പിറവി ദിനത്തിൽ ആദരം. ചേർപ്പ് മഹാത്മാ കൾച്ചറൽ ഫോറമാണ് ആദരമൊരുക്കിയത്.
ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി പൊന്നാടി അണിയിച്ച് ഉപഹാരം സമ്മാനിച്ചു. കൾച്ചറൽ ഫോറം ചെയർമാൻ KB പ്രമോദ് അധ്യക്ഷനായി. ഷാജൻ കൈപ്പുള്ളി, രാകേഷ് ഉണിയമ്പുറം, അജിൽ അശോകൻ, രാമചന്ദ്രൻ ക്ലായിശ്ശേരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അർജുൻ മാരാർ അഷ്ടപതി അവതരിപ്പിച്ചു. ഇന്ദിര മെമ്മോറിയൽ മോണ്ടിസോറി സ്കൂളിൽ കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. വിവിധങ്ങളായ പരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. തിരുവാതിരക്കളി, ഒപ്പന, വഞ്ചിപ്പാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികളാണ് കേരളപ്പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറിയത്. പുരാതന വസ്തുക്കളുടെ പ്രദർശനം സ്കൂളിൽ ഒരുക്കിയിരുന്നു. രാജാ രവിവർമ്മ, O ചന്തുമേനോൻ, ഇന്ദുലേഖ, ബഷീറിന്റെ പാത്തുമ്മയുടെ ആട്, ആദിശങ്കരൻ, ശ്രീനാരായണ ഗുരു, എഴുത്തച്ഛൻ, ഉണ്ണിയാർച്ച എന്നിവരുടെ നിശ്ചല ദൃശ്യങ്ങൾ കേരളപ്പിറവി ദിനാഘോഷത്തെ ആകർഷകമാക്കി. പ്രിൻസിപ്പാൾ സിന്ധു സുജിത്, സഹപ്രവർത്തകരായ വിക്ടോറിയ, മനീഷ, ശ്രുതി, ഭാവന, അധ്യാപകർ, ട്രെയിനികൾ എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് മെമ്പർ ധന്യ സുനിലിന് പൗരാവലിയുടെ ആദരം. ഭഗവതി ക്ഷേത്രനടയിൽ മിനി മാസ്റ്റർ ലൈറ്റ് സ്ഥാപിച്ചതിനാണ് വാർഡ് പൗരാവലി ആദരം നൽകിയത്. ഭഗവതി ക്ഷേത്രത്തിന് മുൻപിൽ നടന്ന ചടങ്ങിൽ പൗരാവലിക്കായി ഹരിദാസൻ വാർഡ് മെമ്പർ ധന്യ സുനിലിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. വാർഡിൽ മുതിർന്ന വ്യക്തിയായ മാധവൻ പടിഞ്ഞാറേപ്പുറയ്ക്കൽ ഉപഹാരം സമ്മാനിച്ചു. ചെറുപ്പ് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് K മോഹനൻ, ഭഗവതി ക്ലബ്ബ് ഭാരവാഹികളായ KM മനീഷ്, അർജുൻ വിജയൻ, കേരയിൽ വിരുദ്ധ സമിതി നേതാവ് A കൃഷ്ണകുമാർ, വടക്കുമുറി പള്ളി ഇമാം ഉസ്താദ് നൂറുദ്ദീൻ, NSS കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് സുജാത വിജയൻ, മുതിർന്ന കോൺഗ്രസ് പ്രവർത്തക ആത്ര പാറുകുട്ടിയമ്മ, മുൻ സഹകരണ ബാങ്ക് ഡയറക്ടർ K വിജയകുമാർ, K നാരായണൻകുട്ടി എന്നിവരും വാർഡ് മെമ്പറെ ആദരിച്ചു. CPM ബ്രാഞ്ച് സെക്രട്ടറി ആന്റണി കുരുതുകുളങ്ങര, സഹകരണ ബാങ്ക് ഡയറക്ടർ C അനിത, റീജ ജോണി, കരയോഗം സെക്രട്ടറി വിജയൻ മൈലഞ്ചേരി, കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് KR മിഥുൻ, ആക്സ് ചേർപ്പ് സെക്രട്ടറി ഉണ്ണി മേനോൻ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ശങ്കരൻ മുത്തു, ശിവശങ്കരൻ തങ്കപ്പൻ, റജുല ബഷീർ, കേളി കാറ്ററിംഗ് ഉടമ രാജു മൂർക്കത്ത് വളപ്പിൽ, ഹരിദാസ് കുഴിപ്പുള്ളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർമന പ്രസാദ് നമ്പൂതിരി കടലാശ്ശേരി പാറപ്പുറത്ത് കളരി വനാന്തരു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ 8 മണിയോടെ ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹത്തെ ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം ദർശനം നടത്തിയാണ് മടങ്ങിയത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൽ നിന്ന് അക്വാറ്റിക് ആനിമൽ ഹെൽത്ത് മാനേജ്മെന്റ് പോസ്റ്റ് ഗ്രാജുവേഷനിൽ 1-ാം റാങ്ക് നേടിയ അനീറ്റ ആന്റണിക്ക് ആദരം. കോടന്നൂർ PSC സഹകരണ സംഘമാണ് ആദരം നൽകിയത്. സംഘം പ്രസിഡന്റ് CU ജേക്കബ് ട്രോഫി സമ്മാനിച്ച അനീറ്റ ആന്റണിയെ ആദരിച്ചു. P അപ്പുക്കുട്ടൻ, ബിന്ദു അശ്വകൻ, M സേതുമാധവൻ, TK രാജു, KR ചന്ദ്രൻ, AA റപ്പായി, CR വേലായുധൻ, AR ജോസ്, സെക്രട്ടറി ഇൻചാർജ് ചിഞ്ചു മധു എന്നിവർ സംസാരിച്ചു. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ 2 ദിവസങ്ങളിലായി നാട്ടിക മേഖലയിൽ സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, വർഗീയത എന്നിവയ്ക്കെതിരെ സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന സന്ദേശത്തോടെയായിരുന്നു ജാഥ. ചേർപ്പ് ഹെർബർട്ട് കനാൽ പരിസരത്താണ് കാൽനട പ്രചരണ ജാഥ സമാപിച്ചത്. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വോഗി സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ AV സഹദേവൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ KSTA ജില്ലാ സെക്രട്ടറി സാജൻ ഇഗ്നേഷ്യസ്, വൈസ് ക്യാപ്റ്റൻ AKPCTA സംസ്ഥാന കമ്മിറ്റി അംഗം ഷീജ വാഗയിൽ, മാനേജർ NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KC ഗിരീഷ്, നാട്ടിക ഏരിയ സെക്രട്ടറി PN റിനേഷ്, തൃശൂർ സൗത്ത് ഏരിയ പ്രസിഡന്റ് PS അരുൺകുമാർ, ജില്ലാ ട്രഷറർ T വിനോദ്, KGNA സംസ്ഥാന കമ്മിറ്റി അംഗം CA ബെന്നി എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ റഫായേൽ മാലാഖയുടെ 189-ാം തിരുനാളിന്റെ 8-ാം ഇടം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നൂറുകണക്കിന് വിശ്വാസികളാണ് 8-ാം ഇടം ആഘോഷത്തിൽ പങ്കാളികളായത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കുള്ള ദിവ്യബലിക്ക് മരത്താക്കര അമലോദ്ഭവ പള്ളി വികാരി ഫാദർ ജോബ് വടക്കൻ മുഖ്യ കാർമ്മികനായി. സെന്റ് തോമസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ അനിൽ കോങ്കോത്ത് 8-ാം ഇടം തിരുനാൾ സന്ദേശം നൽകി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി ചുറ്റി പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. നിരവധി വിശ്വാസികളാണ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത്. 8-ാം ഇടത്തോടനുബന്ധിച്ച് രാവിലെ മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ നേർച്ച ഭക്ഷണ വിതരണമുണ്ടായിരുന്നു. വൈകിട്ട് തൃശൂർ കലാസദൻ നയിച്ച ഗാനമേള അരങ്ങേറി. ഇടവക വികാരി ഫാദർ വോഗീസ് കുത്തൂർ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ എഡ്വിൻ ഐനിക്കൽ, ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ, കൈക്കാരന്മാരായ ഷോണി അക്കര, ഷാജു പടിക്കല, ജോഫി ചിറമൽ, ജെയ്സൺ പ്ലാക്കൽ, വോളണ്ടിയർ ക്യാപ്റ്റൻ ജോബി ചെറുവത്തൂർ, PRO ജസ്റ്റിൻ പെരുട്ടി എന്നിവർ 8-ാം ഇടം ആഘോഷത്തിന് നേതൃത്വം നൽകി. ഇളം പ്രായത്തിൽ തന്നെ വരയുടെ മായിക ലോകം സൃഷ്ടിച്ച് ശ്രദ്ധ നേടി 10 വയസ്സുകാരൻ. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥി ദേവ്യാനാണ് ചിത്രകലയിൽ വിസ്മയം തീർക്കുന്നത്.
ജീവൻ തുടിക്കും ചിത്രങ്ങളാണ് ദേവ്യാൻ എന്ന കുരുന്നു വിദ്യാർത്ഥിയിലെ പ്രതിഭയുടെ കരുത്ത്. കയ്പമംഗലം ഗ്രാമലക്ഷ്മി റോഡ് സ്വദേശി കേതങ്ങത്ത് വീട്ടിൽ ഗിരീഷ് ഭവ്യ ദമ്പതികളുടെ മകൻ നന്ദി ചെറുപ്പത്തിൽ തന്നെ ചിത്രങ്ങളെ പ്രണയിച്ച കുട്ടിയാണ് ദേവ്യാൻ. പഠനത്തോടൊപ്പം ചിത്രങ്ങളോടുള്ള അഭിനിവേശമാണ് കുഞ്ഞു ദേവ്യാനെ ചിത്രകലയുടെ വസന്ത ലോകത്തേക്ക് വഴിമാറ്റിയത്. മൃഗങ്ങളുടെ ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുന്നതിനൊപ്പം അവയെല്ലാം തൻ്റേതായ ശൈലിയിൽ കടലാസിലേക്ക് വരച്ചെടുക്കുകയുമായിരുന്നു ദേവ്യാൻ. ദേവ്യാനിൽ ചിത്രകലയ്ക്കുള്ള പ്രതിഭയുടെ മിന്നലാട്ടം ആദ്യം തിരിച്ചറിഞ്ഞതും കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാണ്. വരച്ചെടുത്ത ചിത്രങ്ങൾ മനോഹരമെന്ന് പ്രശംസിച്ച അച്ഛനും അമ്മയും മകന് വാട്ടർ കളറും പെൻസിലും വാങ്ങി നൽകി പ്രോത്സാഹിപ്പിച്ചു. ഇതെല്ലാം ചിത്രകലാ ലോകത്തേക്കുള്ള കുട്ടിയുടെ സഞ്ചാരത്തിന് ഗതിവേഗം കൂട്ടി. കണ്ണിൽ കാണുന്നതിനൊപ്പം മനസ്സിൽ തെളിയിച്ചെടുക്കുന്ന രൂപങ്ങളുമെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ ദേവ്യാൻ തൻ്റെ ക്യാൻവാസിൽ പൂർണ്ണരൂപമാക്കും. കണ്ണിന് കുളിർമയേകുന്ന പ്രകൃതിയുടെ പച്ചപ്പ്, വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങൾ, ക്ഷേത്രകലകൾ തുടങ്ങിയവയെല്ലാം കുഞ്ഞു ചിത്രകാരനിലെ പ്രതിഭയ്ക്ക് തിളക്കമേറ്റുന്നതാണ്. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുടെ വൈവിധ്യമാണ് ഏറെ ആകർഷണം. പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറിംഗ്, പെൻ വർക്ക്, സ്കെച്ച് വർക്ക്, ലൈവ് സ്കെച്ചസ് എന്നിവയിലെല്ലാം ദേവ്യാൻ മികവ് വരച്ചുകാട്ടുന്നു. ചിത്രകല ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലെങ്കിലും ദേവ്യാൻ വരച്ചെടുക്കുന്ന ചിത്രങ്ങൾ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നതാണ്. ചിത്രകലാ അധ്യാപികമാരായ സുനിതയും മൃണാളിനിയും നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ ദേവ്യാന കരുത്തായുണ്ട്. 2ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ ചിത്രകലാ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഇതിനകം 100-ലേറെ മത്സരങ്ങളിലാണ് ദേവ്യാൻ പങ്കെടുത്തത്. ഇതിലൂടെ നിരവധി സമ്മാനങ്ങളും ഈ കൊച്ചു കലാകാരൻ കയ്യെത്തിപ്പിടിച്ചു. നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ 1ാം സ്ഥാനം നേടിയത് ദേവ്യാനായിരുന്നു. സമ്മാനമായുള്ള ക്യാഷ് അവാർഡ് ലാലേട്ടനിൽ നിന്ന് വാങ്ങാനായത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ദേവ്യാൻ പറയുന്നു. ഇതിനിടയിൽ വനം വകുപ്പ് സംസ്ഥാന തലത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ 2ാം സ്ഥാനവും കുട്ടി സ്വന്തമാക്കി. യാൻസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ദേവ്യാൻ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം ആസ്വാദകർക്ക് മുന്നിൽ യഥാസമയം പരിചയപ്പെടുത്തുന്നുണ്ട്. പഠനത്തോടൊപ്പം ചിത്രകലയിലും മികവ് കാട്ടുന്ന ദേവ്യാൻ അടുത്ത സൃഷ്ടി വരച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,275 രൂപ, പവന് 90,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് സീനൻ ബോയ്സ് LP സ്കൂളിൽ 69ാമത് കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. വൈവിധ്യമാർന്ന പരിപാടികളാണ് കേരളപ്പിറവി ദിനത്തിൽ സംഘടിപ്പിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളിൽ 2ാം ഘട്ടമായി 4 ലൈറ്റുകൾ കൂടി നാടിന് സമർപ്പിച്ചു. പദ്ധതിയിൽ 4 ലൈറ്റുകൾ കഴിഞ്ഞ ദിവസം സമർപ്പണം നടത്തിയിരുന്നു. COA ജില്ലാ ട്രഷററും ചേർപ്പ് മേഖലാ കേബിൾ ഓപ്പറേറ്ററുമായിരുന്ന പെരിഞ്ചേരി സ്വദേശി TV വിനോദ് കുമാറിന്റെ 2ാം അനുസ്മരണം സംഘടിപ്പിച്ചു. COA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.